ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സക്കുലൻസും കാക്ടസ് വെറൈറ്റീസും പിന്നെ നമ്മുടെ ക്രിപ്റ്റാന്തസിന്റെ കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ 2-3 വെറൈറ്റീസ്. അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് സമയം കളയാതെ ക്രിപ്റ്റാന്തസ് പ്ലാന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നതിൽ 2 വെറൈറ്റി ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പിങ്ക് സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ്. അതായത് ഇതിൽ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സിന്റെ ബോർഡറിലായിട്ട് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ലീഫിന്റെ നടുക്ക് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഈ പോട്ടോട് കൂടി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതിന്റെ വേറൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ക്രിപ്റ്റാന്തസ് പ്ലാന്റിന്റെ തന്നെ റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ്. അതായത് ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പേര് കാണാനായിട്ട് പറ്റും. റെഡ് സ്റ്റാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് വന്നിട്ട് എല്ലാത്തിലും ഓരോ ഷൂട്ട്സ് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു ഷൂട്ട്സ് കൂടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ബുഷി ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൽ നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ്, റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് റെഡ് അല്ല, ഒരു ഡിം ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് കയറി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ക്രിപ്റ്റാന്തസിന്റെ പ്ലാന്റ് ഒക്കെ ഈ ചെറിയ പോട്ടിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഈ പോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത്. പിന്നെ പോട്ടിന് തീരെ വെയിറ്റ് ഇല്ലായ്മയല്ല, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പം ഒരു 2 പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മിനിമം ചാർജിലൊക്കെ അയക്കാൻ പറ്റും. അതിൽ കൂടുതലൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കൊറിയർ ചാർജിൽ ഡിഫറൻസ് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ട് വേണ്ട, നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അയച്ചാൽ മതിയെങ്കിൽ അങ്ങനെ അയക്കാം. എന്തായാലും പോട്ടിൽ നിന്ന് ഇളക്കിയാലും ഇതേ വെയിറ്റ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ പോട്ടോട് കൂടി അയക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ 2 വെറൈറ്റിയാണ് നമുക്ക് ക്രിപ്റ്റാന്തസിൽ വന്നിട്ടുള്ളത്. അടുത്ത നമുക്ക് സ്നേക്ക് പ്ലാന്റിന്റെ ഒരു 3 വെറൈറ്റി വന്നിട്ടുണ്ട്. ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ നോർമൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് ഗ്രീൻ വെറൈറ്റി ഉണ്ട്. ഇതിൽ വരുന്ന പ്ലാന്റ് അല്ല കേട്ടോ. ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസ് ആണ്. ഒരുപാട് ഹൈറ്റ് ഒന്നും വയ്ക്കാതെ ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഹൈറ്റ് വയ്ക്കുന്നതും നന്നായിട്ട് വളരെയൊക്കെ ചെയ്യുന്ന പ്ലാന്റ്സ് വേറെ ഉണ്ട്. പക്ഷെ ഇത് ആ ടൈപ്പ് അല്ല. ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ്. നമുക്ക് നല്ല ചെറിയൊരു സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ ഇതിലൊരു 2-3 ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ. ഒരു പോട്ടിൽ തന്നെ 2-3 ഷൂട്ടോളം വരുന്നുണ്ട്. അപ്പം ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് 170 രൂപയാണ് കേട്ടോ. ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എടുത്ത് പറയാൻ പറ്റുമോ കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നതിൽ ഈ ക്രിപ്റ്റാന്തസ് പ്ലാന്റ്സിന്റെ റേറ്റ് മാത്രമാണ് 200 രൂപ വരുന്നത്. ബാക്കി ഇതിൽ കാണിച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ്സ് ആയാലും ശരി, സക്കുലൻസ് ആയാലും കാക്ടസ് ആയാലും റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. സെയിം റേറ്റ് ആണ് വരുന്നത്. ഏത് ഇതിലാണെങ്കിലും സെയിം റേറ്റ് ആണ്. റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്രാവശ്യം നിങ്ങൾക്കൊരു ഓഫർ എന്നുള്ള രീതിയിലാണ് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റും സക്കുലൻസും കാക്ടസിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 170 രൂപയാണ്. അപ്പൊ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ, സ്നേക്ക് പ്ലാന്റിന്റെ. ഇതിലൊരു 3 ഷൂട്ടോളം വരുന്നുണ്ട് ഒരു ഇതില്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ്. അപ്പൊ ഇതില് ലോട്ടസ് ഇതിൽ വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ലീഫിന്റെ ബോർഡറിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരും. പിന്നെ മിഡിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ്. അപ്പൊ അതിന്റെ ഒരു പ്ലാന്റും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഒരു പ്ലാന്റും കൂടെ. ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഇതാണ് 2ാമത്തെ വെറൈറ്റി. അടുത്തതെന്ന് പറയുന്നത് 3ാമത്തെ വെറൈറ്റി. നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് പോലെ തന്നെ തോന്നുമെങ്കിലും പക്ഷെ ഇതിന്റെ ലീവ്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേൾ ചെയ്താണ് കാണപ്പെടുന്നത്. അതേപോലെ ലീവ്സിന് കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മൾ മറ്റേത് ലോട്ടസിന്റെ പെറ്റൽസ് എങ്ങനെയാണോ അതുപോലെയാണ് അതിന്റെ ലീവ്സ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ ലീഫ് കുറച്ച് കേൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു വൈറ്റും ഗ്രീനും ആണ് ഇതിൽ. വൈറ്റ് അല്ല, യെല്ലോയും ഗ്രീനും ആണ് വരുന്നത്. കളർ പാറ്റേൺ ഒക്കെ ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ റേറ്റ് സെയിം ആണ്. അപ്പൊ ഇത്രയും വെറൈറ്റി, ഒരു 3 വെറൈറ്റി ആണ് നമുക്ക് സ്നേക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് എല്ലാവരെയും ഫേവർ ആയിട്ടുള്ള സക്കുലൻസും കാക്ടസും. അപ്പൊ ഓരോ പ്ലാന്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം. റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ വെറൈറ്റി. നമ്മുടെ സീബ്ര സക്കുലന്റിന്റെ ഒരു ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ്. പക്ഷെ സീബ്ര സക്കുലന്റ് കുറച്ചും കൂടെ നല്ല വിരിഞ്ഞ ടൈപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കുറച്ചിങ്ങനെ മൊട്ട് പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ ലീഫിന് ഒരു ഡാർക്ക് ഗ്രീനും അതേപോലെ ഒരു വൈറ്റ് ഒക്കെ ഷെയ്ഡാണ് വരുന്നത്. സക്കുലന്റിന്റെ ഹൈറ്റ് ഇതാ ഇത്രയാണ് വരുന്നത്.
നമ്മുടെ ഒരു സക്കുലന്റിന്റെ വീഡിയോയിൽ അടിയിൽ കമന്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഹൈറ്റ് ഇത്രയാണ് കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നോക്കണ്ട, പോട്ട് പോയിട്ട് ഇത്രയും ഹൈറ്റ് ആണ് വരുന്നതെന്ന്. പ്ലാന്റിന്റെ ഹൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അയക്കുമ്പോൾ എന്തായാലും ഈ പ്ലാന്റ് മാത്രമായിട്ടല്ല അയക്കുന്നത്, ഈ പോട്ടോട് കൂടിയാണ് അയക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഹൈറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്. രണ്ടാമത്തെ നമ്മുടെ സീബ്ര സക്കുലന്റിന്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതാ രണ്ടിന്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സീബ്ര സക്കുലന്റ്. കാണാൻ രണ്ട് ഏകദേശം പോലെയാണ്, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അടുത്ത സെയിം അതിന്റെ തന്നെ ഫാമിലിയിൽ വരുന്ന വേറൊരു വെറൈറ്റിയാണ്, പക്ഷെ കുറച്ചും കൂടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിലും ഒരു ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെയാണ് വരുന്നത്, പക്ഷെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. നല്ല ഈ പോട്ട് ഫില്ലായി നിൽക്കുന്ന പോലത്തെ ഒരു വെറൈറ്റിയാണ്. സൈസൊക്കെ ഇതാ ഈ ഒരു സൈസാണ് കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ്. ഈ പ്ലാന്റ്സ് ഒക്കെ ഈ ചെറിയ പോട്ടിൽ വന്നിരിക്കുന്ന കൊണ്ടിട്ട് നമ്മൾ എപ്പോഴത്തെയും പോലെ പോട്ടോട് കൂടി തന്നെയാണ് ഈ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ്. ഇതിലൊക്കെ ചെറുതായിട്ട് നെക്സ്റ്റ് ഒരു ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത്. അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാക്ടസ് ആണ് കേട്ടോ. ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ഫ്ലവർ ഉണ്ട് കേട്ടോ, നല്ല വൈറ്റ് കളറിൽ. ഇതാ പുതിയ ഫ്ലവറിന്റെ ബഡ്സ് ഒക്കെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കാക്ടസിലൊക്കെ പൊതുവേ ഇങ്ങനെ ഫ്ലവർ വന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണല്ലോ. അതായത് നെക്സ്റ്റ് ഒരു പ്ലാന്റിൽ ഇതേപോലെ ഫ്ലവർ വരുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അടുത്തതായി ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതും ഒരു കാക്ടസ് വെറൈറ്റി ആണ്. ഇതിൽ പെട്ടെന്ന് കാണുമ്പോൾ യെല്ലോ കളർ പോലെ തോന്നും, പക്ഷെ യെല്ലോ കളറിൽ ഇരിക്കുന്നത് ഇതിന്റെ മുള്ളുകളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത നമ്മളെ ബ്രെയിൻ കാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. നമ്മളെ ബ്രെയിൻ പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു വെറൈറ്റി. ഇത് നമ്മൾ റേറ്റ് കൂട്ടി ഇട്ടുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്രാവശ്യം വന്നത് നമ്മളൊരു ഓഫർ എന്നുള്ള രീതിയിൽ 170 റുപ്പീസിന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. 170 റുപ്പിയാണ് ഇത്. അപ്പോൾ ഏകദേശം ഇത്രയും വെറൈറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം സക്കുലൻസ് ഒരു പ്ലാന്റ് വിട്ടുപോയി കേട്ടോ. അതാണ്ട ഈ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ ലാസ്റ്റ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടേ. ഇപ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം ഈ ഒരു ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ്. അതും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിന്റെ റേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ക്രിപ്റ്റാന്തസിന്റെ 2 വെറൈറ്റീസിന് 200 റുപ്പീസ് ആണ് വരുന്നത്. ബാക്കി ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് റേറ്റ് വരുന്നത് 170 റുപ്പീസ് ആണ്. പിന്നെ ഈ വീഡിയോയിൽ കാണിച്ച ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അയക്കുമ്പോൾ ഫോട്ടോയോട് കൂടിയാണ് അയക്കുന്നത്. അതുകൊണ്ടിട്ട് പ്ലാന്റ് നല്ല സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കയ്യിൽ എത്തിച്ചേരും. അതേപോലെ നമുക്ക് 2 കൊറിയർ ഫെസിലിറ്റി ആണുള്ളത്, DTDC, പ്രൊഫഷണൽ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പ്ലാന്റ്സ് മാത്രമല്ല, നമുക്ക് പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സ് കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അഗ്ലോണിമ, പീസ് ലില്ലി, CC ഡോഫിന്റെ പ്ലാന്റ്സ്, ലക്കി ബാംബു, അതേപോലെ ടേബിൾ ടോപ്പ് ആം, പിന്നെ ഇതിൽ കാണിച്ച പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കണ്ട.